കഴിഞ്ഞ ദിവസം ഞാൻ ടൈം ഡയലേഷനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തായിരുന്നു. ഞാൻ സത്യം പറഞ്ഞതിന് മുമ്പ് 1-2 വീഡിയോസ് ടൈം ഡയലേഷനെ പറ്റി ചെയ്തിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തായിരുന്നു. ഓക്കെ, അപ്പോൾ അതിന്റെ അകത്ത് തന്നെ ഞാൻ ട്വിൻ പാരഡോക്സ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവത്തെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ വരുന്നതായിട്ട് ഞാൻ കമന്റ്സിൽ നോക്കിയപ്പോൾ കണ്ടു. അതായത് ഒരുപാട് ആൾക്കാർ ഇതിനെ ഒരു പോയിന്റ്, ഒരു കീ പോയിന്റ് മിസ് ചെയ്തിട്ടാണ് അവരെല്ലാവരും ഈ തരത്തിലുള്ള കമന്റ്സ് ചെയ്തേക്കുന്നത്. അതായത് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ്, അത് ശരിക്കും ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളാണ്, ബയോളജിക്കൽ ക്ലോക്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോയുടെ ഒരു ഉദ്ദേശം എന്താ വെച്ചാൽ എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഞാൻ തീർന്നു തരാം. ഓക്കെ, അപ്പോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആ വീഡിയോയിൽ തന്നെ കുറെ പ്രാവശ്യം വിത്ത് റെസ്പെക്ട് ടു ദി ഒബ്സർവർ എന്ന് ഞാൻ ഒരു മൾട്ടിപ്പിൾ ടൈംസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കാരണം എന്താ വെച്ചാൽ ഈ ഒരു പോയിന്റ് ആണ് ആ ഒരു പാരഡോക്സിന്റെ അല്ലെങ്കിൽ വെലോസിറ്റി ടൈം ഡയലേഷന്റെ ഒക്കെ ഒരു കീ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഒബ്ജക്റ്റിന്റെ സ്പീഡ് കൂടുന്നതനുസരിച്ച് ആ ഒബ്ജക്റ്റിന്റെ സമയം കുറയുന്നില്ല, പക്ഷെ വിത്ത് റെസ്പെക്ട് ടു എ സ്റ്റേഷനറി ഒബ്സർവർ ആ ഒബ്ജക്റ്റിന്റെ സമയം കുറയുന്നുണ്ട്. ശരിക്കും അതാണ് വെലോസിറ്റി ടൈം ഡയലേഷൻ എന്ന് പറയുന്നത്. അല്ലാണ്ട് ഒരു സംഭവത്തിന്റെ സ്പീഡ് കൂടുന്നതനുസരിച്ച് ആ ഒബ്ജക്റ്റിന്റെ സമയം കുറയുന്നു എന്നല്ല. ഒരു സ്റ്റേഷനറി ഒബ്സർവറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ഒബ്ജക്റ്റിന്റെ സമയം കുറഞ്ഞു വരുന്നതായിട്ട് ഈ സ്റ്റേഷനറി ഒബ്സർവറിന് ഫീൽ ചെയ്യുന്നതല്ല, അത് ശരിക്കും ആ സ്റ്റേഷനറി ഒബ്സർവറിനെ വിത്ത് റെസ്പെക്ട് നോക്കുമ്പോൾ ആ സംഭവത്തിന്റെ, അതായത് സ്പീഡ് കൂടുതലായിട്ട് പോകുന്ന ഒരു സംഭവത്തിന്റെ സമയം പയ്യെ കുറഞ്ഞായിരിക്കും വരുന്നത്. ഓക്കെ, ഇതിപ്പോ ഞാൻ കണ്ടുപിടിച്ച തിയറി ഒന്നല്ല, ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ആരാ കണ്ടുപിടിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഈ തിയറിയുടെ പേര് തന്നെ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്നാണ്. ഓക്കെ, അതായത് റിലേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. അതിനെയൊക്കെ പറ്റിയിട്ട് ഞാൻ 1-2 വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. ഈ ടൈം ട്രാവലിന്റെ വീഡിയോസിലൊക്കെ ഞാൻ പറയുമ്പോൾ ഈ ഒരു സംഭവത്തിനെ പറ്റിയിട്ട് ഞാൻ ഉദ്ദേശിച്ച് പറയാറുണ്ട്. ഇതിൽ ഏകദേശം ഒരു 100-150ഓളം കമന്റ്സ് ഉണ്ട്. പക്ഷെ അതിന്റെ അകത്ത് നമ്മളൊന്ന് ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടുമിക്കവർക്കും ഉണ്ടായ സംശയം എന്താ വെച്ചാൽ സമയം എങ്ങനെ കുറയുന്നു, അതാണ് ആർക്കും മനസ്സിലാവാത്തത്. അതിന്റെ മെയിൻ റീസൺ എന്താ വെച്ചാൽ ഈ റിലേറ്റീവ് ആയിട്ട് ചിന്തിക്കാത്തതുകൊണ്ടാണ് അവർക്ക് ശരിക്കും മനസ്സിലാവാത്തത്. രണ്ടാമത്തെ റീസൺ എന്താ വെച്ചാൽ അവർക്ക് ശരിക്കും ഈ ഒരു സിറ്റുവേഷൻ മനസ്സിലാവുന്നില്ല. ഓക്കെ, അതായത് ഈ സ്പീഡിൽ പോകുമ്പോൾ സമയം കുറയണം, അത്ര സിമ്പിൾ ആയിട്ടാണ് ആൾക്കാർ ഇങ്ങനെ ആലോചിക്കുന്നത്. അത് മാത്രമല്ല, വേറൊരു ഡൗട്ട് എന്താ വെച്ചാൽ അതിൻ്റെ അകത്തൊരു ഇക്വേഷൻ ഞാൻ സോൾവ് ചെയ്തായിരുന്നു. അതിൻ്റെ അകത്ത് ഡയഗണലി കാണിച്ചേക്കുന്ന ഡിസ്റ്റൻസിനെ ഞാൻ ഡി എന്നാണ് കൊടുത്തേക്കുന്നത്, പിന്നെ മുകളിൽ വരച്ചേക്കുന്ന ഡിസ്റ്റൻസിനെ ഞാൻ ഡി എന്ന് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി. ശരിക്കും പറഞ്ഞാൽ അത് എനിക്കും അത് വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. ഞാൻ അതിന്റെ ഈ മറ്റേ ടേംസിന്റെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുകളിലും താഴത്തും ഒരേ ഡിസ്റ്റൻസിന്റെ ഒരേ ഡിനോഷൻ ഡി എന്ന് തന്നെ ഇട്ട് കൊടുത്തത്. അത് ജസ്റ്റ് താഴത്തെ അല്ലെങ്കിൽ മുകളിലത്തെ ഡിസ്റ്റൻസ് ഞാൻ വേറൊരു എന്തെങ്കിലും ഡി ടിന്നോ ഡി സിന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആ കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഒഴിവായനെ. പക്ഷെ അത് ഞാൻ ചെയ്തൊരു മണ്ടത്തരാണെന്ന് ഞാൻ അഡ്മിറ്റ് ചെയ്തു. പക്ഷേ ഈ വെലോസിറ്റി ടൈം ഡയലേഷന്റെ ആ ഒരു സംഭവം, ഓക്കെ, അതായത് സമയം കൂടുമ്പോൾ ഈ പരിപാടിയൊക്കെ ഇല്ലേ, അതിൻ്റെതായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ട്വിൻ പാരഡോക്സ്, അതായത് ഈ പാരഡോക്സിന്റെ ആ ഒരു അർത്ഥം എന്താണ് ശരിക്കും? പാരഡോക്സിന് അറിയാണ്ടിട്ടാണ് പാരഡോക്സിന്റെ അർത്ഥം എന്താണ് ശരിക്കും? ഈ പാരഡോക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. അതായത് ഒരു ഇവന്റ് ഉണ്ടെന്ന് വയ്ക്കാം. അതായത് ഇപ്പൊ ഈ ടേപ്പ് ഇങ്ങനെ എയറിൽ ഇങ്ങനെ പറന്നു നിൽക്കാം. ഓക്കെ, ഈ എയറിൽ ഇങ്ങനെ പറന്നു നിൽക്കും എന്നുള്ളതാണ് ആ ഒരു ഫാക്ട്. പക്ഷെ അത് നമുക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എന്താ, ഗ്രാവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് സംഭവിക്കും, അത് റിയൽ ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ് എന്ന് വിചാരിക്കുക. കൺസിഡർ ചെയ്യാം കേട്ടോ, ഫാക്റ്റ് ആണ്. അതിനാണ് നമ്മൾ ശരിക്കും പാരഡോക്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷനെയാണ് നമ്മൾ പാരഡോക്സ് എന്ന് പറയുന്നത്. അതായത് ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സംഭവത്തിന്റെ പേര്, ആ ഇന്നലെ എടുത്ത ആ എക്സാമ്പിളിന്റെ പേര് എന്ന് പറയുന്നത് തന്നെ ട്വിൻ പാരഡോക്സ് എന്നാണ്. ഓക്കെ, അത് ശരിക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സംഭവം കത്തിയില്ല ഞാൻ പറഞ്ഞത്. ഇപ്പോ അതിനെപ്പറ്റി ഞാൻ പറയണമെങ്കിൽ, അതിനെപ്പറ്റി ബ്രോഡായിട്ട് നിങ്ങളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ എനിക്ക് 2 രീതിയിൽ പറയാൻ പറ്റും. ഓക്കെ, അതായത് ഈ ട്വിൻ പാരഡോക്സിന് രണ്ട് രീതിയിൽ നമുക്ക് ആലോചിക്കാൻ പറ്റും. ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഒരാള് ഭൂമിയിൽ നിൽക്കാന്ന് വിചാരിക്കുക. അതായത് ഞാൻ ഭൂമിയിൽ നിൽക്കാണ്, എൻ്റെ ഒരു ഇരട്ട സഹോദരൻ റോക്കറ്റിൽ കയറിയിട്ട് ലൈറ്റിന്റെ സ്പീഡിൽ ഏകദേശം 99.9% സ്പീഡ് ലൈറ്റിൽ പോയിട്ട് തിരിച്ച് എൻ്റെ അടുത്തേക്ക് ഒരു 5 വർഷം കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ മൂപ്പർക്ക് 5 വയസ്സ് കൂടുള്ളൂ. പക്ഷെ എനിക്ക് ചിലപ്പോൾ ഒരു 90-95 വയസ്സുണ്ടാവും. ഓക്കെ, അത് ആദ്യത്തെ സിറ്റുവേഷൻ. അത് മാത്രമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് മൾട്ടിപ്പിൾ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളൂ. ഇത് കൂടാണ്ട് വേറൊരു സിറ്റുവേഷൻ ഉണ്ട്. ഇതേ സിറ്റുവേഷൻ തന്നെ നമുക്ക് തിരിച്ചാലോചിക്കാൻ പറ്റും. ഈ ഭൂമിയിൽ ഞാനിവിടെ നിപ്പുണ്ട്, ആനിമേഷൻ പറ്റുമോ നോക്കട്ടെ. ഞാനിവിടെ നിപ്പുണ്ട് ഭൂമിയിൽ, ഇവിടെ ഒരു റോക്കറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് എൻ്റെ ഇരട്ട സഹോദരൻ ഈ റോക്കറ്റ് കയറി, അത് കഴിഞ്ഞിട്ട് ഈ പുള്ളി സ്പീഡ് ഓഫ് ലൈറ്റിൽ പോകുന്നതാണ് ആദ്യത്തെ സിറ്റുവേഷൻ. അതുകൊണ്ട് 5 വർഷം കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വന്നു, അതാണ് ആദ്യത്തെ സിറ്റുവേഷൻ.
രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോക്കറ്റ് റെസ്റ്റിലാണ്, ഭൂമിയാണ് തിരിച്ചിങ്ങനെ പോയത്. അതായത് റോക്കറ്റിന്റെ അകത്ത് ഈ എഞ്ചിനും കാര്യങ്ങളൊക്കെ ഫയർ ചെയ്യുന്നുണ്ടെങ്കിലും ഈ റോക്കറ്റ് റെസ്റ്റിലാണ്, എഫക്റ്റീവ്ലി റോക്കറ്റ് റെസ്റ്റിലാണ്. കാരണം ഈ ഭൂമിയും കാര്യങ്ങളെല്ലാം സ്പേസിലല്ല നിൽക്കുന്നത്. ഓക്കെ, ഇത് ഞാൻ കണ്ടുപിടിച്ച സംഭവങ്ങളൊന്നല്ല, ഇത് ഇങ്ങനത്തെ ഒരു എക്സ്പ്ലനേഷൻ ഇതിനുണ്ട്. അപ്പോൾ ഈ റോക്കറ്റ് ഫയർ ചെയ്യുമ്പോൾ റോക്കറ്റ് മുമ്പോട്ട് പോകുന്നതിന് പകരം ഭൂമി വേറെ സ്ഥലത്തേക്ക് പോയെന്ന് വിചാരിക്കാം. അത് കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ തിരിച്ച് ഈ മറ്റേ ഫസ്റ്റ് കേസിൽ 5 വർഷം കൊണ്ട് ഇങ്ങനെ തിരിച്ചു വരൂലേ, അതുപോലെ തന്നെ 5 വർഷം കൊണ്ട് ഇവർ കണ്ടുമുട്ടിയെന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ ആർക്കായിരിക്കും പ്രായം വയ്ക്കുന്നത്? ഈ റോക്കറ്റിൽ യാത്ര ചെയ്ത ആൾക്കല്ലേ. കാരണം ഇവിടെ ലൈറ്റിന്റെ സ്പീഡിൽ ട്രാവൽ ചെയ്ത ആരാ? ഈ ഭൂമിയിലുള്ള ആൾക്കാരല്ലേ. അപ്പൊ ഭൂമിയിലുള്ള ആൾക്കാർക്ക് വെറും 5 വർഷമേ ഇവിടെ വയസ്സ് കൂടിയിട്ടുള്ളൂ. നേരെ മറിച്ച് റോക്കറ്റ് ചിലപ്പോൾ ഒരു 90 വർഷത്തോളം ട്രാവൽ ചെയ്തിട്ടുണ്ടോ? മനസ്സിലായില്ലേ? ഇതിന് 2 വശമുണ്ട്. ഈ ഒരു സംഭവം ചിലപ്പോൾ ആരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് 2 രീതിയിൽ പറയാൻ പറ്റും. കാരണം ഞാനിപ്പോ ഈ പറഞ്ഞ എക്സാമ്പിൾ ഒരുപാട് എക്സാമ്പിൾസിലൂടെ നമ്മൾ പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, ട്വിൻ പാരഡോക്സ് അല്ല, ഒരുപാട് കാര്യങ്ങളിൽ ഇതേ എക്സാമ്പിൾസ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇതിന്റെ ഒരു റീസൺ, അതായത് ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യത്തിന്റെ ആ ഒരു സംഭവം, അതിന്റെ ഒരു ക്ലാരിറ്റി നമ്മൾ പറയുന്നത് തിയറി ഓഫ് സിമുലേഷൻ വഴിയിട്ടാണ്. ഇനി അതും കൂടി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് മലയാളമാണ്. ഓക്കെ, ഇപ്പൊ മലയാളത്തിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ പയ്യെ പറയേണ്ടി വരും, അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ ചിലവർക്ക് അത് ക്യാച്ച് ചെയ്യാനും പറ്റൂല, അല്ലെ? അത് എനിക്ക് തോന്നിയേക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഞാൻ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എനിക്കത് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് പറയാൻ പറ്റും. കാരണം കറക്റ്റ് പോയിന്റ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റും. മലയാളത്തിലാണെങ്കിൽ കുറച്ച് നീട്ടി വലിച്ച് സംസാരിച്ചാലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ എടുത്ത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരുപാട് കാര്യം റിപ്പീറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ടെന്ന്. അതിന്റെ റീസൺ ആണ് ഞാൻ പറഞ്ഞത്. ഇത്തരത്തിലുള്ള ടോപ്പിക്സ് പലർക്ക് പല രീതിയിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ലെവൽസ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവൂല. അപ്പോൾ ഏറ്റവും എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്, ഞാൻ എന്റെ മുമ്പത്തെ വീഡിയോസ് ഒക്കെ ഞാൻ നല്ല ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു പോകുന്നത്, പക്ഷെ അതിലും ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു പരാതി ഞാൻ കേട്ടു. അതിൽ പിന്നീട് ഞാൻ ഇത്തരത്തിലുള്ള സ്ലോ പേസിൽ പറയുന്നത്. അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആവാത്തവർക്കും മനസ്സിലാവും, കുറച്ചൊക്കെ മനസ്സിലാവും, അറിയാവുന്നവർക്കും മനസ്സിലാവും. ഇതിപ്പോ 2 പേർക്കും ഗുണമുള്ള ഒരു കേസ് ആയതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ടേംസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ടീച്ചേഴ്സ് റിപ്പീറ്റ് അടിച്ചുകൊണ്ടേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കില്ല. അതുപോലെ തന്നെയാണ് ഞാൻ പറയുന്നത്, ജസ്റ്റ് ഒരു ടീച്ചിങ് ആയിട്ട് കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ ട്വിൻ പാരഡോക്സിന്റെ ആ ഒരു സിറ്റുവേഷൻ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ ഒരുപാട് ആൾക്കാർ ബയോളജീനെ പറ്റിയിട്ട് കോൺടാക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതും കൂടി ഞാൻ ഈ സാധനത്തിനകത്ത് ക്ലിയർ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ സിറ്റുവേഷൻ നിങ്ങൾ ഇപ്പൊ ആലോചിക്കേണ്ട. ആദ്യത്തെ നമ്മുടെ വളരെ എളുപ്പത്തിലുള്ള ട്വിൻ പാരഡോക്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സംശയമുള്ള ട്വിൻ പാരഡോക്സിന്റെ ഫസ്റ്റ് സിറ്റുവേഷൻ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോ ഇതിന്റെ അകത്ത് ഞാനുണ്ട്, എൻ്റെ ഒരു ഇരട്ട സഹോദരനുണ്ട്. മൂപ്പര് റോക്കറ്റ് കയറിയിട്ട് 5 വർഷത്തേക്ക് ട്രാവൽ ചെയ്ത് തിരിച്ച് നമ്മുടെ ഭൂമിയിലേക്ക് വന്നപ്പോൾ എനിക്ക് ഇവിടെ 90 വയസ്സും ഈ റോക്കറ്റിൽ യാത്ര ചെയ്ത പുള്ളിക്ക് 5 വയസ്സും കൂടിയിട്ടുള്ളൂ. അതാണ് ശരിക്കും ട്വിൻ പാരഡോക്സ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്തു, എന്നാലും നിങ്ങൾക്ക് കണ്ടിന്യൂറ്റിക്ക് വേണ്ടി ചെയ്തതാണ്. ഇനി എനിക്ക് ക്ലാരിഫൈ ചെയ്യാനുള്ളത് ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. നമ്മളെല്ലാവരും ഇപ്പോ ഓരോ മിനിറ്റും 60 സെക്കൻഡ് വെച്ച് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് നമ്മളിങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്യിപ്പിക്കുന്ന ആ ഒരു സംഭവമാണ് ശരിക്കും ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തതാണ്. ഇനി ഞാൻ നോക്കട്ടെ, ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോ ഈ ഒരു സമയം എന്ന് പറയുന്നത്, ഈ ഒരു സമയത്തിൽ യാത്ര ചെയ്യുന്ന ഒരു സംഭവങ്ങളാണ് നമ്മുടെ ഈ ഭൂമിയും ഞാനും നിങ്ങളെല്ലാവരും. ഓക്കെ, അപ്പോ ഈ സമയത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സമയത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് എൻ്റെ കയ്യിലുള്ള സെല്ലുകളും ഇതിനകത്ത് ഒഴുകുന്ന ചോരയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, നെർവിന്റെ അകത്തുള്ള ഇന്ററാക്ഷനും കാര്യങ്ങളൊക്കെ ഈ റിയൽ ടൈമിൽ ഈ സമയത്തിൽ യാത്ര ചെയ്യുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അതായത് ഈ സ്പേസ് ടൈമിൽ പൊക്കൊണ്ടിരിക്കുന്ന, അതായത് ഞാനിപ്പോ നിൽക്കുന്ന ആ ഒരു സ്പേസ് ടൈമിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സംഭവമാണ് നമ്മുടെ ശരീരത്തിലുള്ള ബയോളജിയും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോ ഈ റോക്കറ്റ് കയറിയിട്ട് ഈ 5 വർഷത്തേക്ക് ട്രാവൽ ചെയ്ത ആ പുള്ളിയില്ലേ, ഓക്കെ, എന്റെ സഹോദരനില്ലേ, ആ സഹോദരന്റെ വാച്ചിന്റെ അകത്ത് 5 വർഷമേ ടിക്ക് ചെയ്യുന്നുള്ളൂ. അതായത് ആ സഹോദരന്റെ 5 വർഷത്തെ ബയോളജി മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. ഇപ്പോ ഞാനും എൻ്റെ ആ ഒരു സഹോദരന്റെ ഒപ്പം റോക്കറ്റ് കയറി പോയി എന്ന് വിചാരിച്ചു, എനിക്ക് 5 വയസ്സേ പ്രായമാവുള്ളൂ. ഓക്കെ, ഇതിപ്പോ ഞാൻ ഭൂമിയിലായിരുന്നു, അതായത് ഞാനും എൻ്റെ സഹോദരനും ഫസ്റ്റ് ഇനീഷ്യലി ഭൂമിയിലായിരുന്നു. ഓക്കെ, എന്നിട്ട് എൻ്റെ സഹോദരൻ റോക്കറ്റ് കയറി പോയിട്ട് 5 വർഷത്തിന് ശേഷം തിരിച്ച് ഭൂമിയിൽ വന്നപ്പോൾ എൻ്റെ പ്രായം ഒരു 90-95 വയസ്സാവുകയും മൂപ്പർക്ക് വെറും 5 വയസ്സ് മാത്രമേ പ്രായം കൂടിയിട്ടുള്ളൂ. കാരണം
മൂപ്പറുടെ സ്പേസ് ടൈം എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്, എന്റെ സ്പേസ് ടൈം വ്യത്യാസമുണ്ട്. ഓക്കെ, അവിടെ ആ ഒരു ചേഞ്ച് വരുന്നത് കൊണ്ടാണ് മൂപ്പറുടെ ടൈം കുറവും നമ്മുടെ ടൈം കൂടുതലായിട്ട് വരുന്നത്. മനസ്സിലായ? ഇത് കൂടുതൽ എനിക്ക് പറഞ്ഞുതരാൻ പറ്റൂല, സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ട്. ഒരു പോയിന്റ് കൂടി ഞാൻ ഈ ഒരു ടോപ്പിക്കിൽ പറഞ്ഞുതരാം. ഇദ്ദേഹത്തിന്, അതായത് ഈ റോക്കറ്റിൽ യാത്ര ചെയ്യുന്ന ഇദ്ദേഹത്തിന്റെ സമയം സ്ലോ ആവുന്നതായിട്ട് ഇദ്ദേഹത്തിന്, അതായത് റോക്കറ്റിൽ യാത്ര ചെയ്യുന്ന ഇദ്ദേഹത്തിന് തോന്നിക്കില്ല. മനസ്സിലായ? അതായത് ഈ 5 വർഷം ഈ ലൈറ്റ് സ്പീഡിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ആ മനുഷ്യന്, എന്റെ സഹോദരന് സമയം സ്ലോ ആവുന്നതായിട്ട് ഇദ്ദേഹത്തിന് തോന്നിക്കില്ല. സ്റ്റേഷനറി പൊസിഷനിൽ നിൽക്കുന്ന എനിക്കേ തോന്നിക്കുള്ളൂ, അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള ആൾക്കാർക്ക് ആ ഒരു സിറ്റുവേഷൻ തോന്നിക്കുള്ളൂ. മനസ്സിലായ? അപ്പൊ ഇവിടെ ബയോളജിയുടെ പ്രശ്നങ്ങളൊന്നും വന്നില്ല, ബയോളജി ഒക്കെ നോർമലി റണ്ണിങ് തന്നെയാണ്. ഇത് റിലേറ്റീവ് ആയിട്ടാണ് പറയുന്നത്. വിത്ത് റെസ്പെക്ട് ടു ദി ഒബ്സർവർ, റിലേറ്റിവിറ്റി, ജനറൽ റിലേറ്റിവിറ്റി, സ്പെഷ്യൽ റിലേറ്റിവിറ്റി, ഫുൾ റിലേറ്റീവ് ആയിട്ടുള്ള കളികളാണ് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോ അതാണ് ഞാൻ ചിലവർക്കൊക്കെ കമന്റ് കൊടുത്തത്. അതായത് വേറൊരു പെർസ്പെക്റ്റീവിൽ നിന്ന് ആലോചിച്ചാൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയുള്ളൂ. കത്തിയില് ഞാൻ പറഞ്ഞത് ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഇത് നമ്മളിങ്ങനെ ഒരുപാട് കട്ടൊക്കെ എടുത്തിട്ട് ഒരുപാട് ടേക്ക് എടുത്ത് പറഞ്ഞ് ഇങ്ങനെ കംപ്രസ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. കാരണം എന്താ, ഇത് മനസ്സിലാക്കിയ നല്ലൊരു ടോപ്പിക്കാണ് ഇത്. കാരണം ഇത് തലേന്ന് പോവില്ല, പക്ഷെ മനസ്സിലാക്കേണ്ട രീതിയിലും മനസ്സിലാക്കണം. പിന്നെ ഒരാളുടെ കമന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് ഇന്റർസ്റ്റെല്ലാർ ഫിലിം ഞാൻ കണ്ടിട്ടില്ല എന്നുള്ള രീതിയിൽ 8ാം ക്ലാസ്സിൽ എന്നൊക്കെ. അത് ഞാൻ ഇതിന്റെ കള്ളം പറയേണ്ട ആവശ്യം അതൊന്നും ആലോചിക്കും. എനിക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ചാനൽ സയൻസ് ചാനലാണ്. അപ്പൊ എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ ഫേക്ക് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഈ ചാനൽ ശരിക്കും എഫക്റ്റ് ചെയ്യും. നമ്മുടെ ആ ഒരു വിശ്വാസത്തിലാണല്ലോ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കള്ളം പറഞ്ഞിട്ട് അങ്ങനെ ജയിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മള് കണ്ടന്റിന് ഒരു വ്യൂസിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കാറുമില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമുക്ക് നിങ്ങൾ പറയുന്ന ടോപ്പിക്സ് മാത്രമാണ് നമ്മൾ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഒരുപാട് പേര് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ചോദിച്ചു, അപ്പോഴാണ് ഞാൻ ഈ ടോപ്പിക്കിലേക്ക് വന്നത്. അത് ഇത്രയും വലിയൊരു കൺഫ്യൂസിലേക്ക് എത്തിക്കുന്നു ഞാൻ ഇതുവരെയായിട്ടും വിചാരിച്ചില്ല. പിന്നെ എനിക്കൊരു ക്ലാരിഫിക്കേഷൻ പറയാനുണ്ട്. സംഭവം എന്താ വെച്ചാൽ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എടുത്ത ഒരു എക്സാമ്പിൾ ഇല്ലേ, അതായത് മറ്റേ ട്വിൻ പാരഡോക്സിന്റെ എക്സാമ്പിൾ അല്ല, അതായത് ഈ ഫോട്ടോൺ ഇങ്ങനെ ഈ മിററിനെ ഇങ്ങനെ ഇടിച്ച് തിരിച്ചു വരുന്ന ആ ഒരു എക്സാമ്പിൾ അല്ലേ, അതിന് ശരിക്കും ആ ഒരു അപ്പാരറ്റസിന് ഒരു പേരുണ്ട്. ഞാൻ ആ വീഡിയോയിൽ അതും കൂടി പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലെന്ന് ഓർത്തിട്ടാണ് ഞാൻ പറയേണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ വേറെ രീതിയിൽ എന്റെ രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിയത്. അതും ചിലവർക്ക് കൺഫ്യൂസ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും ആ ഒരു അപ്പാരറ്റസിന്റെ പേര് എന്ന് പറയുന്നത് ഫോട്ടോൺ ക്ലോക്ക് എന്നാണ്. അപ്പൊ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക, നമ്മുടെ ആ ഒരു സംഭവം ഉണ്ട്, അതായത് ഒരു ടോർച്ച് അടിയിൽ വെച്ചിട്ടുണ്ട്, മുകളിലൊരു മിറർ വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് ഈ ടോർച്ചിന്റെ അകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫോട്ടോൺ ഈ മിററിനെ വന്ന് ഇടിച്ചിട്ട് അത് നേരെ താഴത്തേക്ക് വരുന്ന ആ ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു ടിക്കാണെന്ന് വിചാരിച്ചു. അതായത് നമ്മുടെ ക്ലോക്കിനകത്ത് ഒരു സെക്കൻഡ് ഹാൻഡ് ഇങ്ങനെ ടിക് ടിക് എന്ന് പറഞ്ഞിങ്ങനെ കിടന്ന് കാണിക്കില്ലേ. ഓക്കെ, അതെന്ന് പറയുന്ന പോലെ ഈ ഒരു ഫോട്ടോൺ ഈ ഒരു ടോർച്ചിൽ നിന്ന് എമിറ്റ് ചെയ്തിട്ട് അത് മുകളിൽ നിന്ന് വന്നിട്ട് താഴത്തേക്ക് ആ എമിറ്റ് ചെയ്ത സ്ഥലത്തേക്ക് തന്നെ വരുന്നതിന് ക്ലോക്കിന്റെ ഒരു സെക്കൻഡ് ഹാൻഡ് അടിക്കുന്ന ഒരു ടിക്കാണ് നിങ്ങൾ കമ്പയർ ചെയ്യുക. ഇനി രണ്ടാമത്തെ സിറ്റുവേഷനിൽ ഓക്കെ, അതായത് ഒരു സ്റ്റേഷനറി ഒബ്സർവറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതേ അപ്പാരറ്റസ് ഒരു അണ്ടർ വെലോസിറ്റിയിൽ പോകുമ്പോൾ ഈ ഫോട്ടോൺ യാത്ര ചെയ്യുന്ന പാത്ത് ഏകദേശം ഒരു ഡയഗണൽ രീതിയിലാണ് യാത്ര ചെയ്യുന്നത് അല്ലേ. ഇത് ഡയഗണൽ രീതിയിലായതുകൊണ്ട് ഈ ഫോട്ടോണ് ഈ സ്റ്റാർട്ടിങ് ടു എൻഡിങ്, അതായത് ഇവിടം വരെ എത്തിയിട്ട് മിററിൽ എത്തിയിട്ട് റിഫ്ലക്ട് ചെയ്ത് തിരിച്ച് ആ സോഴ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കൂടുതൽ സമയം എടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് ക്ലോക്കാണ്, ഫോട്ടോൺ ക്ലോക്കാണ്. അതായത് ഇവിടുത്തെ ആദ്യത്തെ സിറ്റുവേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആദ്യത്തെ ആ ഒരു സ്റ്റേഷനറി ക്ലോക്കിനകത്ത് 1 സെക്കൻഡ് കൊണ്ടാണ് ഈ ഒരു ഫോട്ടോൺ ഇവിടെ ഇങ്ങനെ മുകളിലേക്ക് വന്ന് ടിക്ക് നടിച്ചിട്ട് നേരെ താഴത്തേക്ക് വരുന്നത് എങ്കിൽ രണ്ടാമത്തെ സിറ്റുവേഷനിൽ ചിലപ്പോൾ 2 സെക്കൻഡ് എടുത്തിട്ടായിരിക്കും, അതായത് ഈ ഫസ്റ്റത്തെ സിറ്റുവേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 2 സെക്കൻഡ് എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു ഒറ്റ ടിക്ക് എന്ന് പറഞ്ഞ ആ ഒരു സംഭവം കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഫസ്റ്റത്തെ സിറ്റുവേഷൻ സ്റ്റേഷനറി സിറ്റുവേഷനിൽ ഓരോ സെക്കൻഡും നമ്മുടെ റിയൽ ടൈം എർത്തിന്റെ അകത്ത് ഓരോ സെക്കൻഡാണ് ഈ ഫോട്ടോൺ മുകളിലേക്ക് വന്നെങ്കിൽ താഴത്തേക്ക് വരാനുള്ള സമയം. പക്ഷെ അതേ സംഭവം തന്നെ അണ്ടർ വെലോസിറ്റിയിൽ ഒരു സ്റ്റേഷനറി ഒബ്സർവ് ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുത്തിട്ടാണ് ഈ ടിക്ക് അടിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്, ഇവിടെ ഈ സംഭവം സ്പീഡിൽ പോയപ്പോൾ ഒരു സ്റ്റേഷനറി ഒബ്സർവ് ചെയ്യുന്നത് ആ ഫോട്ടോൺ ക്ലോക്കിന്റെ സമയം സ്ലോ ആയിട്ട് പോകുന്നതായിട്ടല്ലേ. അപ്പൊ ഈ ഒരു റീസൺ കാരണമാണ് ഒരു സ്റ്റേഷനറി ഒബ്സർവറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹൈ സ്പീഡിൽ പോകുന്ന ഒരു സംഭവത്തിന്റെ വെലോസിറ്റി കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു എന്ന് പറയുന്നത്.
അപ്പൊ ഈ ഒരു അപ്പാരറ്റസിന്റെ പേര് ഫോട്ടോൺ ക്ലോക്ക് എന്നാണ്. അപ്പോൾ ഇതാണ് ശരിക്കും അതിന്റെ അകത്ത് എനിക്ക് പറയാനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ. അത് എന്റെ സൈഡിൽ നിന്നൊരു മിസ്റ്റേക്ക് ആണെന്ന് എനിക്കിപ്പോ തോന്നുന്നു. കാരണം ഞാൻ എന്റെ ഓഡിയൻസിനെ വളരെയധികം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊക്കെ ചോദിക്കുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അത്രയും ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഞാൻ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ആ വീഡിയോക്ക് എങ്ങനെ ഒരു 10-40 മിനിറ്റെങ്കിലും വരും. കാരണം ഇത്രയും കൂടുതൽ കാര്യങ്ങൾ ഞാൻ ആ വീഡിയോയിൽ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അതെനിക്ക് തോന്നണം, അത് ബ്രേക്ക് ഡൗൺ ആയിട്ട് പറയണമെങ്കിൽ തോന്നണു അത് നമ്മുടെ ലാംഗ്വേജിന്റെ കുഴപ്പം തന്നെയാണ്. അത് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രമാണ് പയ്യെ തന്നെ നമുക്ക് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താലാണ് നിങ്ങൾക്കത് മനസ്സിലാവുക. സ്പീഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുകയില്ല. അതാണ് ഞാൻ ഷോർട്ട് വീഡിയോസ് ചെയ്യുമ്പോൾ എനിക്ക് മെയിൻ ആയിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം. നമ്മൾ സയൻസ് ചെയ്യുന്നത്, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരു മിനിറ്റൊക്കെ എന്തൊരു പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലെ. ഒട്ടുമിക്ക കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഏകദേശം ഒരു 100-150 കമന്റ്സ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു 25% സംശയങ്ങളായിരുന്നു. അപ്പൊ അതൊന്ന് ക്ലാരിഫൈ ചെയ്യണം എന്ന് തോന്നി, അതുകൊണ്ട് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പൊ ഓക്കെ, നമുക്ക് എന്തായാലും നല്ലൊരു ടോപ്പിക് കഴിഞ്ഞ് അടുത്ത വീഡിയോ കാണാം. ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഈ കമന്റ്സ് കാരണം ഇത് എനിക്ക് ആദ്യത്തെ ഒരു അനുഭവമാണ്. ഞാനൊരു വീഡിയോ ചെയ്തിട്ട് ആൾക്കാരിൽ ക്യൂരിയോസിറ്റിക്ക് മുകളിൽ കൺഫ്യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.